സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൽ വളരെയധികം സ്നേഹമുള്ള ദൈവമക്കളെ, തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വിനയത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തിരുവചനാഗ്നി ധ്യാനം നയിക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട എൽദോസ് ഷമ്മാസനാണ്. മലയാളം തിരുത്തിടവകയിലെ ബഹുമാനപ്പെട്ട ഷമ്മാസൻ ദൈവവേലയെ ഒത്തിരി സ്നേഹിക്കുകയും സുവിശേഷ വേലയ്ക്കായി ജീവിതം സമർപ്പിച്ച് ആത്മാക്കളെ നേടാനുള്ള വലിയ ആഗ്രഹത്തോടെ ഓടി നടക്കുകയാണ്. നമുക്ക് ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രം സംസാരിക്കാനായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ അഭിഷേകത്തോടെ നിർത്തണമേ. കേൾക്കുന്ന മക്കളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങുവാൻ, യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന മക്കൾ വിശുദ്ധിയുടെ നിറവടങ്ങളായി വളരുവാൻ, ദൈവവേല ചെയ്യുന്നവരായി തീരാൻ കർത്താവേ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഹല്ലേലൂയ. പരീക്ഷകളിൽ, സഹനങ്ങളിൽ തളർന്നു പോകാത്ത വിപ്ലവകരമായ ഒരു വിശ്വാസത്തിൻ്റെ ഉടമയായി നാം ഓരോരുത്തരും മാറണമെന്നാണ് പത്രോസ് ശ്ലീഹ നമ്മോട് പറയുക. പരിശുദ്ധ കന്യകമറിയാമിൽ ആ സ്വർഗീയ സ്വരം കേട്ടപ്പോൾ, മംഗളവാർത്ത കേട്ടപ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം എന്നിൽ നിറവേറപ്പെടട്ടെ എന്ന് പറഞ്ഞ് താഴ്ത്തി സമർപ്പിച്ചത് മുതൽ ക്രൂശിൻ ചുവട്ടിൽ തൻ്റെ പൊന്നോമന മകനെ ബലിയർപ്പിക്കുന്നത്, ആ ക്രൂശിൻ ചുവട്ടിൽ നിന്ന് കാണുന്ന ആ നിമിഷം വരെ ഹല്ലേലൂയ, പരിശുദ്ധ അമ്മ നിരാശപ്പെട്ടിട്ടില്ല, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല, തകർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. ജീവിതകാലം മുഴുവനും പരിശുദ്ധ അമ്മ അങ്ങനെയായിരുന്നു. മാതാവിൻ്റെ ജന്മപ്പെരുന്നാളിൻ്റെ ദിനങ്ങളിലേക്ക് നാം കടന്നു വരികയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ധ്യാനകേന്ദ്രത്തെ പൂർണ്ണമായും സമർപ്പിച്ചു കൊടുക്കാം. ദാനമായി നൽകിയ ആ മകന് നിത്യശാന്തി നൽകണമെന്നും ആ ഭവനത്തിലുള്ള മക്കളെല്ലാവരും ദൈവഹിതമറിഞ്ഞ് ജീവിക്കുവാൻ തമ്പുരാനെ കരുണ ചൊരിയണമെന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ധ്യാനകേന്ദ്രത്തിലെ ചുമതലയുള്ള ആചാര്യന്മാർ, ഇവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടുത്തെ ഓരോ ശുശ്രൂഷകരും ആത്മനിറവിൽ ശുശ്രൂഷകൾ നിറവേറ്റാനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഓണാവധിക്കാലത്ത് സെപ്റ്റംബർ 19, 20, 21 വ്യാഴം, വെള്ളി, ശനി 3 ദിവസം കുടുംബ നവീകരണ ധ്യാനമാണ്. കുടുംബമായിട്ട് വന്ന ധ്യാനത്തിൽ സംബന്ധിക്കാം, ഒറ്റയ്ക്കും വന്ന് സംബന്ധിക്കാം. ആ ധ്യാനത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും കടന്നു വന്ന് സംബന്ധിക്കുകയും ചെയ്യണമേ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുമ്പോൾ, എല്ലാ ശനിയാഴ്ചയും നമുക്ക് ഉച്ചവരെ ധ്യാനമുണ്ട്. നിങ്ങൾക്ക് അറിവുള്ളതാണ്. വളരെ അനുഗ്രഹകരമായി ആത്മനിറവിൽ ആ ശുശ്രൂഷ നടത്തപ്പെടുകയാണ്. ശനിയാഴ്ച വൈകുന്നേരം തിരുവചനാഗ്നി ധ്യാനം, ഞായറാഴ്ച എവിടെയെങ്കിലും സന്ദേശം യൂട്യൂബിലുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി ഗൂഗിൾ മീറ്റിലുണ്ട്. ബൈബിൾ ധ്യാനം കൂടാതെ ഇടവകളെ കേന്ദ്രീകരിച്ച് നമ്മൾ കൺവെൻഷനുകൾ, ധ്യാനങ്ങളെല്ലാം നടത്തി വരുന്നു. ഈ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നയിക്കാനായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സകലവും കൽവരി ക്രൂശിൻ്റെ ചുവട്ടിൽ ഏറ്റവും വിനയത്തോടെ ദൈവമേ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് മാത്രം ഏറ്റെടുത്ത് നയിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്, പേര് വെളിപ്പെടുത്തതെന്ന് നിർബന്ധമുള്ളൊരു കുടുംബമാണ്. എന്നാൽ ആ മക്കളുടെ, ദമ്പതികളുടെ മാതാപിതാക്കൾ രോഗികളാണ്, വാർദ്ധക്യത്തിലാണ്. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ, പിതാവിന് ഓർമ്മക്കുറവുണ്ട്. ആ മാതാപിതാക്കളെ നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ,
സഹിക്കാവുന്നതിലപ്പുറമായി ഒന്നും നൽകരുതപ്പ. ഓർമ്മക്കുറവുള്ള അപ്പച്ചനോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ അടിപ്പിണരിലേക്ക് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മക്കൾ ഈ ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. കർത്താവേ, അവിടുന്ന് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്പോൺസർ ചെയ്തിരിക്കുന്ന ദമ്പതികളെ സമർപ്പിക്കുന്നു, മക്കളെയും സമർപ്പിക്കുന്നു. ദൈവാനുഭവത്തിൽ വളരുവാനുള്ള കൃപ ആ മക്കൾക്ക് നൽകണമെന്ന് ദൈവമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അങ്ങയെ രുചിച്ചറിഞ്ഞ് ജീവിക്കാൻ അവിടുന്ന് കരങ്ങളിലെടുക്കണമേ. ഹല്ലേലൂയ. തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ള സകല മക്കളെയും ഓരോ കുടുംബങ്ങളെയും ഈ നിമിഷം അവിടുന്ന് കരം നീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എന്നെ ഹോവേ. ത്രിയേക ദൈവത്തിന് സ്തുതി. ആരാധരായ വൈദിക ശ്രേഷ്ഠർ, പ്രിയ സിസ്റ്റേഴ്സ്, ഓൺലൈനിലൂടെ ഇന്ന് ശുശ്രൂഷ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും എന്നും ജീവിക്കുന്നതിനായ കർത്താവ് യേശു മിശിഹായുടെ തന്നെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. വിശുദ്ധ സഭയുടെ ധ്യാനകേന്ദ്രമായ സെൻറ് തോമസ് ധ്യാനകേന്ദ്രത്തിൽ നിന്നും തിരുവചനാഗ്നി എന്ന ഈ പ്രോഗ്രാം നാളുകളായി അനേകർക്ക് ആശ്വാസമാവുന്നു എന്നറിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ലോകം മുഴുവനും ഭയത്തിൻ്റെയും സങ്കടത്തിൻ്റെയും വ്യാകുലതകളുടെയും ഒട്ടനവധി പ്രയാസങ്ങളുടെയും നടുവിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അവിടെ ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം തന്നെയാണ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 1-2 വചനം ഇപ്രകാരമാണ്: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുമില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പ്രിയമുള്ളവരെ, ദൈവം നൽകുന്ന പ്രത്യാശയുടെ വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവവുമായുള്ള അടുത്ത ബന്ധം നിലനിൽക്കുമ്പോഴാണ് ദൈവം പേർ ചൊല്ലി നമ്മെ വിളിക്കുന്നത്. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഏതൊരവസ്ഥയിലാണോ നീ നിന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്, ഏതൊരു സാഹചര്യത്തിലാണോ നീ മുന്നോട്ട് പോകുന്നത്, നിന്റെ സങ്കടത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും നിന്റെ പ്രയാസത്തിൽ നിന്നും നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നമ്മൾ നിൽക്കുന്നത്. മൂന്നാമതായി നമ്മളിവിടെ കാണുന്നത്, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുക്കുകയാണ്.
പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. മോശയോട് ദൈവമായ യഹോവയായ ദൈവം കൽപ്പിക്കുകയാണ്, നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് പറയണം, എന്നെ ആരാധിക്കാൻ ജനത്തെ വിട്ടു നൽകണമെന്ന് ഫറവോനോട് പറയണമെന്ന് ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്. അടിമത്തത്തിലായിരുന്ന ജനത്തെ വിട്ടു നൽകുവാൻ ദൈവം മോശ മുഖാന്തരം കൽപ്പിക്കപ്പെടുകയാണ്. ഞാനും നിങ്ങളും അടിമത്തത്തിലായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യം പലപ്പോഴും നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കുന്നതാണ്. പാപത്തിൻ്റെ അടിമത്തം, മറ്റ് പ്രലോഭനങ്ങളുടെ അടിമത്തം, പണം സമ്പാദിക്കുന്നതിൻ്റെ അടിമത്തം, ഞാനെന്ന വലിയ പാപത്തിൻ്റെ അടിമത്തം, നമ്മളാൽ കഴിയാത്ത വേറൊരു കാര്യമില്ല എന്നുള്ള ചിന്തയുടെ അടിമത്തം എന്ന് തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമായി നമ്മൾ അനുവർത്തിച്ചു വരുന്ന ചില സാഹചര്യങ്ങൾ നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ്. എന്നാൽ ദൈവം നമ്മളോട് പറയുന്നു, നിന്നെ ഞാൻ ഈ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ പ്രതിസന്ധിയിൽ കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരും പേര് ചൊല്ലി വിളിക്കുന്ന സ്നേഹവാനായ ഒരു അപ്പനെയാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുക. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൻ്റെ 9-10 മനുഷ്യനെ വിളിക്കുന്ന ഒരു ദൈവത്തെ ഏദൻ്റെ പറുദീസയിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി 22-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ അബ്രാഹാമിനെ വിളിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾക്ക് കാണുവാൻ വേണ്ടി കഴിയും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ മോശയെ വിളിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ ശമൂവേലിനെ പേരെടുത്ത് വിളിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ ശൗലിനെ പേരെടുത്ത് വിളിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. യെശയ്യാപ്രവാചകൻ 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനത്തിൽ യെശയ്യാവിനെ വിളിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. യിരെമ്യാ പ്രവാചകൻ്റെ 1-ാം അധ്യായത്തിന് 4 മുതൽ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യെരെമ്യാവിനെ വിളിക്കുന്നൊരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രിയ സ്നേഹിതരെ, എന്നെയും നിങ്ങളെയും വിളിക്കുവാനായി ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം ആഗ്രഹിക്കുന്നത് കുശവൻ്റെ ആലയിലെ ആ മണ്ണ് പോലെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗത്തിൽ യഹോവയാ ദൈവം യിരെമ്യാവിനോട് പറയുന്നു, യിരെമ്യാവിൻ്റെ ജീവിതത്തിലെ വിഷമങ്ങൾ കടന്നു വന്നപ്പോൾ ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, നീ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ ചെന്ന് അവിടെയുള്ള കുശവൻ്റെ ഭവനത്തിലേക്ക് നീ ഒന്ന് കടന്നു ചെല്ലുക. അവിടെ ഞാൻ നിന്നോട് സംസാരിക്കും. യിരെമ്യാവ് ആ കുശവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുശവൻ ചക്രത്തിന്മേൽ പാത്രമുണ്ടാക്കുകയാണ്. കുശവൻ്റെ കയ്യിലിരിക്കുന്ന പാത്രം പലപ്പോഴും വിണ്ടുകീറി. എന്നാൽ കുശവൻ മനസ്സുമടുക്കാതെ, ദേഷ്യമുണ്ടാകാതെ, വിദ്വേഷം മനസ്സിൽ തോന്നാതെ ആ പൊട്ടിപ്പോയ പാത്രത്തെ വീണ്ടും കുഴച്ച് മനോഹരമായ പാത്രങ്ങളാക്കി മാറ്റുന്ന ആ കാഴ്ചയാണ് യിരെമ്യാവിന് ദൈവം കാട്ടിക്കൊടുത്തത്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ്. പലപ്പോഴും പൊട്ടിപ്പോയ ആ മൺപാത്രത്തോട് തുല്യമായി പൊട്ടിപ്പോയ അവസ്ഥയിലാണ് നമ്മളെല്ലാം പലപ്പോഴും ജീവിക്കുന്നത്. പലവിധമായ കാര്യങ്ങളാൽ ജീവിതം പൊട്ടിത്തകർന്നു പോയി
സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ആയിരിക്കുന്ന ഒട്ടേറെ ജനം നമ്മുടെ മുമ്പാകെ ഉണ്ടല്ലോ. യിരെമ്യാ പ്രവാചകന് ദൈവം കാണിച്ചു കൊടുത്ത ഈ കുശവൻ്റെ ആല അങ്ങനെ തകർന്നു പോയിട്ടുള്ളവർക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടെ ഒരു കുശവനുണ്ട്, അവിടെ ഒരു ഉടയവനുണ്ട്. നമ്മുടെ കർത്താവായ ക്രിസ്തുവാണ്. അവന് നമ്മളെ മെനഞ്ഞെടുക്കുവാനുള്ള ആ പൂർണ്ണമായ അധികാരത്തിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്താൽ മാത്രം മതി. എൻ്റെ കർത്താവേ, ആ കുശവൻ്റെ ആലയത്തിൽ യിരെമ്യാ പ്രവാചകൻ കണ്ടതുപോലെ ഞാൻ എൻ്റെ ജീവിതം പൊട്ടി നിൽക്കുകയാണ്. എൻ്റെ ഹൃദയം വല്ലാതെ പൊട്ടി വിങ്ങുകയാണ്. കർത്താവേ, ആ കുശവൻ ആ പൊട്ടിയ പാത്രത്തെ വീണ്ടും മനോഹരമായ പാത്രമാക്കി മാറ്റിയതുപോലെ എൻ്റെ ജീവിതത്തിലും യേശുവേ, നീയൊന്ന് എന്നെ വിളക്കി ചേർക്കണമേ എന്നുള്ള പ്രാർത്ഥന മാത്രം മതി എൻ്റെ കർത്താവിന് എന്നെ വിളക്കി ചേർക്കുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ജീവിതത്തെ ക്രിസ്തുവിൻ്റെ കരത്തിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കുവാൻ വേണ്ടി പറ്റണം. ഒരു കഥ ഇങ്ങനെയുണ്ട്. ഒരു മനുഷ്യൻ അങ്ങാടിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ധാരാളം മൺപാത്രങ്ങൾ കൂട്ടിവെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ അതിലൊരു മൺപാത്രത്തെ എടുത്തു. ആ മൺപാത്രത്തെ നോക്കി പറഞ്ഞു, അയ്യോ, ഈ മൺപാത്രം എത്രയോ മനോഹരമായിരിക്കുന്നു. അപ്പോൾ ഈ മൺപാത്രം സംസാരിക്കുവാൻ വേണ്ടി തുടങ്ങി. ഈ മൺപാത്രം പറഞ്ഞു, നിനക്കറിയോ, എൻ്റെ ജീവിതത്തിൽ എത്രയോ കഷ്ടതയിലൂടെയാണ് ഞാൻ കടന്നു വന്നതെന്ന്? നീ ഇപ്പോൾ പറയുന്നു ഞാൻ എത്ര മനോഹരമായ പാത്രമാണെന്നല്ലേ? ആദ്യമേ ഈ ഭൂമിയുടെ മടിത്തട്ടിൽ നിന്ന് എന്നെ വെട്ടിമാറ്റിയപ്പോൾ എനിക്കെത്ര വേദനിച്ചെന്ന് നിനക്കറിയോ? അപ്പോൾ ഞാൻ യജമാനോട് ചോദിച്ചു, അല്ലയോ യജമാനനെ, ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ എന്തിനാണ് ഇത്രമാത്രം വേദനിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് എന്നെ വെട്ടിമാറ്റുന്നത്? യജമാൻ അപ്പോൾ എന്നോട് മറുപടി പറഞ്ഞു, നീ അല്പം കൂടെ നീ കാത്തിരിക്കെ, നിനക്ക് ഞാൻ മറുപടി നൽകാം. പിന്നീട് എൻ്റെ യജമാനൻ എന്നെ അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിലിട്ട് ചവിട്ടിമെതിച്ചു. അപ്പോഴും ഞാൻ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു, നീ എന്തിനാണ് എന്നോട് ഈ ക്രൂരത ചെയ്യുന്നത്? യജമാൻ അപ്പോഴും എന്നെ നോക്കി പറഞ്ഞു, നീ അല്പം കൂടെ കാത്തിരിക്കെ. വീണ്ടും യജമാനൻ എന്നെ ഒരു രൂപമാക്കി ഒരു ചൂളയിലേക്ക് വെച്ചു. ഒരു ചക്രത്തിന്മേൽ വെച്ച് എന്നെ വല്ലാതെ കറക്കി. ആ ചക്രത്തിൽ വെച്ച് എന്നെ വല്ലാതെ കറക്കുമ്പോൾ എൻ്റെ ദേഹം ആസകലം വല്ലാതെ വേദനിച്ചിരുന്നു. എൻ്റെ ശരീരം വിണ്ടുകീറുന്ന വേദന എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ യജമാനോട് ചോദിച്ചു, അല്ലയോ യജമാനനെ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? അപ്പോഴും എൻ്റെ യജമാൻ പറഞ്ഞു, നീ അല്പം കൂടെ കാത്തിരിക്കും. വീണ്ടും അദ്ദേഹം എന്നെ അഗ്നി ജ്വലിക്കുന്ന തീച്ചുളയിലേക്ക് എന്നെ കടത്തിവിട്ടു. അപ്പോൾ എൻ്റെ അസ്ഥികൾ വെന്തുരുകുമാർ കഠിനമായ വേദനയിൽ ഞാൻ പുളഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ യജമാനോട് ചോദിച്ചു, യജമാനെ, ഞാൻ എന്ത് കുറ്റമാണ് നിന്നോട് ചെയ്തത്? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അല്പസമയത്തിന് ശേഷം ആ തീച്ചൂളയിൽ നിന്ന് യജമാൻ എന്നെ പുറത്തെടുത്തു. എന്നെ പുറത്തെടുത്തിട്ട് അവൻ എനിക്ക് മുമ്പായി ഒരു കണ്ണാടി വെച്ചു. ആ കണ്ണാടിയിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയുവാൻ വേണ്ടി കഴിഞ്ഞില്ല. അത്രയ്ക്ക് മനോഹരമായിരുന്നു ഞാനപ്പോൾ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ള സ്നേഹിതരെ, ഈ മൺകുടത്തിൻ്റെ ഈ കഥ നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളുമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും ദൈവത്തെ മറന്നു പോവുകയോ ദൈവത്തിന് എതിരായി ചിന്തിക്കുകയോ ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറ്റപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ എന്നെയും നിങ്ങളെയും കടത്തിവിടുന്നൊരു ദൈവമുണ്ട്.
എന്നെയും നിങ്ങളെയും പേര് ചൊല്ലി വിളിച്ചിട്ടുള്ളൊരു ദൈവമുണ്ട്. എന്നെയും നിങ്ങളെയും കഷ്ടതയുടെ നടുവിൽ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. നീ അഗ്നിയിലൂടെ കടന്നു പോയാലും നീ വെന്തു പോകുകയില്ല എന്ന് വാഗ്ദാനം ചെയ്ത ഒരു ദൈവമുണ്ട്. നീ നദിയിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ തലയ്ക്ക് മീതെ വെള്ളം കവിഞ്ഞൊഴുകയില്ല എന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ കഷ്ടതയും നഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എൻ്റെ ദൈവം എനിക്കായി കരുതി വച്ചിട്ടുള്ളൊരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടി എന്ന് പറയുന്നത് എൻ്റെ യേശുവാണ്. അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോൾ ഞാൻ ഇതുവരെ കടന്നു വന്ന എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ വേണ്ടി ഏറ്റിട്ടുള്ള യാതനകൾ, ആ പീഡാനുഭവത്തിൻ്റെ ആ ചരിത്രം, ആ വേദന, അവൻ്റെ ശരീരത്തിന്മേൽ ചാട്ടവാറുകൾ കൊണ്ട് അടിക്കപ്പെട്ടപ്പോഴുണ്ടായ ആ രക്തച്ചൊരിച്ചൽ, അവൻ്റെ തലമേൽ മുൾക്കിരീടം വെച്ചപ്പോഴുണ്ടായ വേദന, അവൻ്റെ കൈകളിലും കാലുകളിലും കാരിരുമ്പാണികൾ ആഞ്ഞാഞ്ഞ് അടിച്ചിറക്കുമ്പോഴുണ്ടായ ആ ചങ്ങിൻ്റെ പിടപ്പ്, അതെൻ്റെ ഹൃദയത്തിൽ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ വേദനയേക്കാൾ എത്രയോ എത്രയോ വലിയ വേദനയാണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ചതെന്ന് ഓർക്കുമ്പോൾ എൻ്റെ വേദന എത്രയോ നിസ്സാരമായി മാറ്റപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കുവാനുള്ള ഒരു ആത്മബലം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നമ്മൾ തളർന്നു പോകുന്നത് ദൈവവുമായുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കാതെ, എൻ്റെ ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ വരുന്നതാണ് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുവാൻ നമുക്ക് കാരണമായി തീരുന്നത്. ദൈവത്തെ അറിഞ്ഞും സ്നേഹിച്ചും ദൈവത്തിൻ്റെ മനോഭാവത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ദൈവം ഒരുക്കി വച്ചിട്ടുള്ള ഒരു നിത്യജീവനിലേക്ക്, ഒരു പറുദീസയുടെ അനുഭവത്തിലേക്ക് നമുക്ക് മാറുവാൻ വേണ്ടി കഴിയും. പ്രിയമുള്ളവരെ, യൂദായുടെ ലേഖനം 9-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് മോശയുടെ ശവശരീരത്തിന് വേണ്ടി പിശാച് ഗബ്രിയേൽ ദൂതനോട് തർക്കിക്കുന്ന ഭാഗമാണ്. പ്രിയ സ്നേഹിതരെ, അങ്ങനെ ഒരു അവസ്ഥയാണോ നമുക്ക് വേണ്ടത്? എന്തുകൊണ്ടാണ് മോശയുടെ ശവശരീരത്തിന് വേണ്ടി പിശാച് ദൂതനോട് തർക്കിച്ചത്? നമുക്കെല്ലാം അറിവുള്ളതുപോലെ മോശ തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കുവാനായി തൻ്റെ സഹോദരങ്ങളെ മർദ്ദിച്ചവനോട് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി ഒരു മിസ്രയീമിനെ കൊന്നുകളഞ്ഞ് ആരും കാണാതെ മണലിൽ കുഴിച്ചിട്ടവനാണ് മോശ. കഠിനമായ പാവമാണ് മോശ ചെയ്തത്. കൊലപാതകം നടത്തുക, അതുമാത്രമല്ല താൻ ചെയ്തിട്ടുള്ള പാപത്തെ മറച്ചു വയ്ക്കുക തുടങ്ങി ഗുരുതരമായ പാവമാണ് മോശ ചെയ്തത്. പാപം ചെയ്തവന് പിശാചിൻ്റെ നരകമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പിന്നീടുള്ള ജീവിതത്തിൽ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായി ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയാണ്. അവിടെ മുതൽ മോശയുടെ ജീവിതത്തിൽ വേറൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. ദൈവം മോശയോട് കൽപ്പിക്കുന്നുണ്ട്, പുറപ്പാട് പുസ്തകം 3-5 വചനം, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പിനെ അഴിച്ചു മാറ്റുക. പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇടമാണ്. ദൈവത്തിൻ്റെ ഇടം വിശുദ്ധമാണ്. ആ വിശുദ്ധമായിടത്ത് അശുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല. ഒരുപക്ഷെ നിൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പുകൾ നിന്നെ പല ഘട്ടത്തിലും സഹായിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ സഹായമെല്ലാം ഒരുപക്ഷെ ദൈവത്തിന് നിരക്കാത്ത അശുദ്ധിയാണെങ്കിൽ ദൈവം നിന്നോട് പറയുന്നു,
അശുദ്ധമായതിനെയും മാറ്റിവെച്ച് നീ വിശുദ്ധിയിലേക്ക് കടന്നു വരിക. വിശുദ്ധിയിലേക്ക് കടന്നു ചെന്ന മോശ പിന്നീട് ദൈവത്തിൻ്റെ മാലാഖമാർ അവന് കാവലായിരുന്ന് അവൻ്റെ മരണശേഷവും പിശാചിനോട് ദൈവത്തിൻ്റെ ദൂതന്മാർ അവനു വേണ്ടി പോരടിച്ച് അവനെ വീണ്ടെടുക്കുകയാണ്. എത്ര മഹത്തരമായ സന്ദേശമാണ് ദൈവം നമുക്കിവിടെ നൽകുന്നത്. നീ ഒരു പാപത്തിൽ അകപ്പെട്ടു പോയി എന്നതുകൊണ്ട് നിന്റെ ജീവിതം അവിടെ അവസാനിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് നീ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ആരാധിച്ച് നീ ചെയ്തു പോയ പിഴവുകളെ തെറ്റുകളെ മനസ്സിലാക്കി തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ മകനായും മകളായും ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ, ദൈവത്തിൻ്റെ മാലാഖമാർ നിന്റെ ജീവിതത്തിൽ എപ്പോഴും നിനക്ക് കാവലായിരിക്കുമെന്ന് ദൈവം നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കപ്പെടുമ്പോഴാണ് പിശാചിന് നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാവകാശം ലഭിക്കുന്നത്. പിശാച് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ അവൻ സർവ്വതും നിന്നിൽ നിന്ന് മോഷ്ടിച്ചെടുക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം പറയുന്നു, കള്ളൻ കടന്നു വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും വേണ്ടിയാണ്. കള്ളൻ എന്ന് പറയുന്ന പിശാചാണ്. അവൻ കടന്നു വരുന്നത് മോഷ്ടിപ്പാനാണ്. നിന്റെ സമാധാനവും ശാന്തതയും നിന്റെ ജീവിതത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന് അവൻ മോഷ്ടിച്ചെടുക്കും. തുടർന്ന് അവൻ പറയുന്നു, പിശാചെല്ലാം അറുത്തുകളയും. നിന്റെ ബന്ധങ്ങളെ, നിന്റെ കുടുംബ ബന്ധങ്ങളെ, നിന്റെ സഹോദര ബന്ധങ്ങളെ എല്ലാം അറുത്തുകളയുന്ന ഒരു പിശാചാണ് നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ആയതുകൊണ്ട് ദൈവത്തെ മറുത്ത്, ദൈവത്തെ മറന്ന് ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടുള്ള ജീവിതം കടന്നു വരുമ്പോൾ പിശാച് കടന്നു വന്ന് സർവ്വതും നിന്റെ ജീവിതത്തിൽ എടുത്തു കളയുന്ന ഒരവസ്ഥയിലേക്ക് നീ മാറ്റപ്പെട്ടുകൂടാ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും നമ്മളെ മാടി വിളിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം നിന്നോട് പറയുന്നത്, അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നവർ എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിങ്ങളെ സമാശ്വസിപ്പിക്കാം. ആശ്വാസമായി ദൈവം എന്നും നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ആ ദൈവത്തോടു കൂടെ വസിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ ഈ വചന കേൾവിയും ഓരോ ശുശ്രൂഷയും ദൈവം നമുക്ക് മുഖാന്തരമായി തീരുമാറാകട്ടെ. പ്രിയമുള്ളവർ, ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനേകമായി നമ്മൾ ഓടുമ്പോൾ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ ഓടി നടന്ന് നേടിയെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് എത്തിച്ചേരുവാൻ വേണ്ടി കഴിയുമോ? എനിക്ക് നേടിയെടുക്കുവാൻ വേണ്ടി കഴിയുമോ? മോശയുടെ ജീവിതത്തിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇസ്രായേലിനെ നയിച്ചുകൊണ്ട് മോശ കനാൻ ദേശത്തോട് യാത്രയായി. പലവിധ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മോശ നേരിട്ടു. അങ്ങനെ നേരിടുമ്പോഴും അവസാനം മോശയ്ക്ക് ആ കനാൻ ദേശത്തേക്ക് കാലെടുത്ത് വെക്കുവാൻ ദൈവം അനുവദിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, നമ്മളിങ്ങനെ ഓടി നടക്കുമ്പോഴും എനിക്കും എൻ്റെ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള, എൻ്റെ ദൈവം കൽപ്പിച്ചിട്ടുള്ള ആ ദേശത്തേക്ക് കാലെടുത്ത് വയ്ക്കുവാനുള്ള ഭാഗ്യവും യോഗ്യതയും എനിക്കുണ്ടോ എന്ന് പരിശോധിക്കണം. എന്തുകൊണ്ടാണ് മോശയ്ക്ക് അങ്ങനെ സംഭവിച്ചു പോയത്? ഇസ്രായേലിന് വെള്ളമില്ലാതിരുന്ന അവസരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശയെ, നീ അഹ്റോനെ കൂട്ടിക്കൊണ്ട് നിന്റെ വടിയെടുത്ത് പാറയോട് കൽപ്പിക്കുക, അവൻ നിനക്ക് വെള്ളം തരും. മോശ ദൈവത്തിൻ്റെ കൽപ്പനയെ അക്ഷരം പ്രതി അംഗീകരിച്ചില്ല എന്നതാണ് മോശ ചെയ്ത വലിയ ഗുരുതരമായ പിഴവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 20-ാം സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ മോശ അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞ് വടി കൊണ്ട് പാറമേലടിച്ചു. ദൈവം പറഞ്ഞത്, നീ വടിയെടുക്ക്, അഹ്റോനും നീയും കൂടെ മോശയും കൂടെ ഇസ്രായേലിനെ വിളിച്ചു ചേർക്ക്, അവരോട് പറ, ഈ പാറയോട് കൽപ്പിക്കുക, പാറ നിനക്ക് വെള്ളം തരുമെന്ന് പറഞ്ഞപ്പോൾ മോശ അത് തൻ്റെ ഒരു പ്രവൃത്തിയായി മാറ്റുവാൻ വേണ്ടി മോശ ശ്രമിച്ചു എന്നതാണ് മോശയുടെ ഗുരുതരമായ പിഴവ്. ദൈവത്തിൻ്റെ കൽപ്പനയെ അംഗീകരിക്കാതെ തൻ്റെ കഴിവ് കൊണ്ടാണ് പാറമേൽ നിന്ന് വെള്ളം പുറപ്പെടുന്നത് എന്നുള്ള ഒരു ധ്വനിയുണ്ടാക്കുവാൻ, അങ്ങനെ ഇസ്രായേലിനോട് കൽപ്പിക്കത്തക്ക രീതിയിൽ
മോശയുടെ മനസ്സിനെ മോശ മാറ്റിയെടുക്കുകയാണ്. അവിടെയാണ് ദൈവം പറയുന്നത്, എന്നാൽ നിനക്ക് എൻ്റെ കൽപ്പനകൾ പാലിക്കാത്തത് കൊണ്ട് നിനക്ക് കനാൻ ദേശത്തേക്ക് എത്തിച്ചേരുവാൻ കഴിയില്ല എന്ന് ദൈവം മോശയെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനയെ പൂർണ്ണമായും മാനിക്കുമ്പോഴാണ് എനിക്കും നിങ്ങൾക്കും ദൈവം ഒരുക്കി വച്ചിട്ടുള്ള ആ കനാൻ ദേശത്തേക്ക്, ആ സ്വർഗീയ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ എന്ന് ഈ മോശയുടെ ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പാകെ ഞാൻ നിൽക്കുമ്പോൾ ദൈവത്തിന് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് കൂടെ യാത്ര ചെയ്ത് ദൈവത്തെ, ആ സ്നേഹത്തെ അറിഞ്ഞ് ദൈവത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.